എടാന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് ആരെയും കേട്ടോന്നേ വാപ്പ വിചാരിക്കുള്ളൂ. എന്റെ മോ ഇങ്ങനെ ചെയ്തു എന്ന് പറയില്ല, ഒരു വാപ്പ അത് പറയില്ല. അതാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചിലപ്പോ വല്ലാതെ വിഷമാകുമ്പോ ചിലപ്പോ പറയേണ്ടി വരും. പക്ഷെ ഇപ്പൊ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചുമാണ്. ഇന്ന അവസാനം ഇവരൊക്കെ കാണാത്ത ആളല്ലല്ലോ ഞാന്. പ്രോഫ് കോൺ ഇന്നെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു അതിൽ പങ്കെടുക്കണം, എന്റെ പേര് അതിൽ എഴുതി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു സർ എന്നോട് മദ്രാസ് പോയി വരണം എന്ന് പറഞ്ഞോട് ഞാൻ പോയി വന്നോളാം. ഇന്നെ അവര് ഇഷ്ടത്തോടു കൂടി ക്ഷണിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് പോകാൻ കഴിയില്ല. ഫോൺ വിളിച്ചു നോക്കി എത്ര, എന്നിട്ട് കിട്ടിയില്ല എത്ര. അതുകൊണ്ടാണ് അത്ര പങ്കെടുക്കാതിരുന്നത്. എന്റെ അറിവോടുകൂടെ അല്ലാതെയാണ് പേര് വെച്ചത്. പോരെ, ഞാൻ അങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ അവസരമില്ലാത്ത വിഷമൊന്നും ഇപ്പല്ല. 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും പ്രസംഗിക്കാം. പക്ഷേ പ്രസംഗമല്ലാത്ത കുറച്ച് പണിയും കൂടി ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ആയിട്ട് തന്നെയാണ് പോണത്. അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും എവിടെയും തിക്കി കയറി പോയി പ്രസംഗിക്കേണ്ട ഒരാവശ്യം ഇപ്പല്ല. പക്ഷെ അങ്ങനത്തെ ചില സന്ദർഭം വരികയാണെങ്കിൽ അത് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇപ്പൊ അങ്ങനത്തെ സന്ദർഭമൊന്നും ആയിട്ടില്ല. നിങ്ങൾ നോക്കി, ഇതാണ് ഈ എന്നിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ഈ സെലഫിയെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തിനാ ഞാൻ ചോദിക്കട്ടെ. അത് ഞങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അവിടെ വെച്ച് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് തിരുത്താൻ കഴിയോ? ഈ ജാമിയ നബിയിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിലെ സന്തതികൾ പോലും ഈ സലഫിയത് മുടക്കി എന്ന് വിചാരിച്ച് നടക്കുന്നില്ലേ? ഞാൻ അവരെ വിളിച്ചുകൂട്ടി ഇത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ കേരളം മുഴുവനും പരന്നു കിടക്കുന്ന മുഴുവൻ MSMകാർക്കിടയിലും ഇത് പ്രചരിപ്പിച്ചിട്ടില്ലേ? അതല്ലേ അബ്ദുറഹ്മാൻ സലഫിയോടുള്ള വിദ്വേഷം? ഞാൻ ഇതിന് ഉത്തരവാദിയാണോ? അതാണ് അതിന് എനിക്ക് അനുബന്ധം പറയാനുള്ളത്. പിന്നെ 5 ലക്ഷം എന്നെക്കൊണ്ട് MSMന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടാകും, ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതിന്റെ പുണ്യം എനിക്ക് നഷ്ടപ്പെടണ്ട. പക്ഷെ ഒരു ദോഷവും MSMന് ഞാൻ ചെയ്തിട്ടില്ല. പറയണം. എനിക്കറിയാം റിയാസ് സ്വലാഹി ഇവിടുന്ന് പോയോന്ന് അറിഞ്ഞൂടാ. എന്നോട് റിയാസ് സ്വലാഹി ചോദിച്ചു, നിങ്ങളെ പറ്റി സർ ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. MSMന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് അത് പറഞ്ഞത്. ആളെ പേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനോട് ചോദിക്കണം ആരാണ് ആ ആള് എന്ന്. ഏതോ ഒരു മുതലാളി ഗൾഫിലുള്ള ആൾ 5 ലക്ഷം ഉറുപ്പിക MSMന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത്രേ. പിന്നെ ചോദിച്ചപ്പോ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിനൊന്ന് കാണി, അയാളോടൊന്ന് എനിക്ക് വിളിക്കാൻ പറയുന്നു പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ഏതാണ് ആ മുതലാളി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരോടാണ് എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നറിഞ്ഞൂടാ. അതുണ്ടെങ്കിൽ എന്നോട് പറയട്ടെ, എന്നിട്ട് ആ മുതലാളിന്റെ അടുത്തേക്ക് പോകാലോ. ഏതായാലും PK 2 ദിവസം മുമ്പ് വന്ന ഒരു മെസ്സേജ് എന്താ അറിയോ? PK അഹമ്മദിന്റെയും നൂർ ഷെയുടെയും ചെറുപ്പിണക്കികളെ നിങ്ങൾ നോക്കണം. ഈ സംസ്കാരം, നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ സംസ്കാരം എവിടുന്ന് കിട്ടിയതാ? മുജാഹിദിന്, മുസ്ലിമിന്, ഒരു മനുഷ്യനെ ഒഴിച്ചതാണോ ഈ സംസ്കാരം? അയ്യയ്യേ. എന്നിട്ട് 110 ക്യാരറ്റ് സെലഫീസാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. നാണക്കേട്. ഞങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കണേ സന്തോഷമുള്ളതൊന്നുമല്ല വരല്. ജാതി പൈശാചികതയാണ്. ജിന്ന് കൂടുന്നുള്ളത് ഉറപ്പാ. ശരിക്കു കൂടിയിട്ടുണ്ട്. ജിന്ന് പറഞ്ഞ ശൈത്താൻ ജിന്ന് തന്നെ കൂടിയിരിക്കണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശൈത്താൻ സംസ്കാരം. നിർത്തിക്കളി മക്കളെ, അത് നിർത്തിക്കളി. ഈ ഏർപ്പാട് ഒഴിവാക്കിക്കളി. അപ്പോ ഇങ്ങനെ ഒരു സംഭവമല്ല, പച്ചക്കള്ളം. ഇനി ഏതെങ്കിലും മുതലാളിനോട് ചോദിച്ചു 5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു, നിങ്ങൾ സെലഫിനോടൊന്ന് എനിക്ക് വിളിക്കാൻ വേണ്ടി പറയെന്ന് പറഞ്ഞെങ്കിൽ ഈ സെലഫി എങ്ങനെ അതിന് കുറ്റക്കാരനാകുന്നത്? ഞാനെങ്ങനെ അതിന് കുറ്റക്കാരനാകും? നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് അയാൾക്ക് വിളിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ തടഞ്ഞു എന്ന് പറയാം. മൂപ്പരോട് പറഞ്ഞിട്ട് കിട്ടണ്ടാൻ. മൂപ്പരോട് പറഞ്ഞിട്ട് പലതും കിട്ടിയിട്ടുണ്ടല്ലോ. മൂപ്പരോട് പറയിപ്പിച്ച് നേടിയിട്ടുണ്ടല്ലോ. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇതന്നെയല്ലേ ഉള്ളൂ നേരത്തെ ചോദിച്ചതിൽ. അല്പം ഞാൻ പറഞ്ഞതിൽ വേറെണ്ടോ? നീണ്ടുപോയത് ക്ഷമിക്കണം. കാരണം ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ യൂട്യൂബിൽ വന്നൊരു കാര്യം, അതും പിന്നെ ഇതും 2 കാര്യങ്ങളാണുള്ളത്.
എന്നാൽ ആ ഷാഫി സ്വലായുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ എന്താ സംഭവിച്ചതെന്നൊന്ന് വ്യക്തമാക്കണം. ഷാഫി സ്വലായുമായി ബന്ധപ്പെട്ട്. ശരി ശരി, മനസ്സിലായി. ഷാഫി സ്വലാഹി എന്ന് പറയാൻ ഇപ്പോ എനിക്ക് ലജ്ജയുണ്ട്. ഷാഫി എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അത് ഇമാം ഷാഫിന്റെ പേരാണല്ലോ എന്നതിലും എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ പറയല്ലാതെ അവനെ പരിചയപ്പെടുത്താൻ നിവൃത്തിയില്ലല്ലോ. KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിക്ക് ഫോൺ ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിച്ചു. എനിക്കൊക്കെ പ്രായം കുറവറിഞ്ഞാലും 52 വയസ്സായിക്കിട്ട്, പക്ഷെ ഞാൻ എന്നാലും ഇപ്പൊ പ്രായമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ നടക്കണത്. ഇവരൊക്കെ അപേക്ഷിച്ച് 70ന്റെ മുകളിലുള്ള ഓല മുമ്പിൽ ഞാൻ കുട്ടിയാ, അതിലൊരു സംശയമല്ല. അപ്പൊ ടീപ്പിനെ പറ്റി ഫോൺ ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോ ഞാൻ പിന്നെ ഈ ഫോണൊക്കെ കട്ട് ചെയ്യലും ഇത് ആരാ എന്താ നേരിട്ട് കാണാം കഴിഞ്ഞു. വേറെ തോനെ സംസാരിക്കാൻ നിൽക്കലില്ല. അങ്ങനത്തെ ആളുകളാണ് കണ്ട. പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പ്രസിഡന്റാ, എന്ത് ജനറൽ സെക്രട്ടറിയാ, എന്ത് സെക്രട്ടറിയാണൊക്കെ വരിക. TP ന്റെ മാതിരിയല്ലല്ലോ. കുറെ പ്രായവും അതിനനുസരിച്ചുള്ള പക്വതയും കൂടുതൽ ക്ഷമയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ കേൾക്കും. അപ്പൊ അങ്ങനെ കേൾക്കാൻ പറ്റാത്ത കോലത്തിൽ മോശമായിട്ടാണ് ഷാഫി സംസാരിക്കുന്നത്. അപ്പൊ TP ആ ഫോണ് കട്ടാക്കി. TPയുടെ നാട്ടിലും ഫറോക്കിൽ വന്ന് സംഘടനാപരമായും ആദർശപരമായും ഒരുപാട് പ്രശ്നങ്ങൾ ഷാഫി മുഖേന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഷാഫിനെ TP നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ TPയുടെ അടുത്ത് കൂടി വന്നുപോയി എന്താണ് ഷാഫി എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുകയും നോക്കി കാണുകയും ചെയ്തിട്ടില്ല എന്ന് TP ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു. അതാണ് ഷാഫി. പിന്നെയാണ് യൂട്യൂബിൽ ജിഷാൻ മാഹി, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ആ ജിഷാൻ മാഹിയും ഷാഫി സ്വലാഹിയും 1.5 മണിക്കൂർ നേരം ടെലിഫോണിൽ ഇവർക്കൊക്കെ പണി 18 മണിക്കൂറുണ്ട് സാലിമിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരാന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. 42 മിനിറ്റുള്ള ഒരു ക്ലിപ്പ് ഇതുപോലത്തെ ഒരുപാട് വരാണ്ട് 16-18 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ എന്താ പണി? വല്ലാത്ത കൂലി കിട്ടുന്ന പണിയാണല്ലോ. ഒരു പച്ച ഖുറാഫിയോട്, കാന്തപുരം ഖുറാഫിയോട് ഷാഫി സ്വലാഹി രാത്രി സമയത്ത് TP അബ്ദുള്ള കോയ മദനിയെ ഇവയ്ക്ക് പറയാൻ, കുറ്റപ്പെടുത്തി പറയാൻ 1.5 മണിക്കൂർ ആ ഫോണിൽ സമയമെടുക്കണം. ഓട്ടിട്ട് ഇവനിങ്ങനെ പൊരിച്ച് ഓനെക്കൊണ്ടൊക്കെ പറയിപ്പിച്ചെടുത്ത്. അങ്ങനത്തെ വലിയ ബുദ്ധിജീവിയാണ്. പക്ഷെ ഓന്റെ ഉള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ പുറത്തു വരണമെന്നായിരിക്കും. അള്ളാഹു ആയാലും എനിക്കുള്ള അറിയില്ല. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചിട്ട് അത് TPനെ പറ്റി, TP ഒരു രാഷ്ട്രീയക്കാരനാണ്, TPക്ക് ഒരു വിവരമല്ല. അങ്ങനെയാണല്ലേ? അപ്പൊ TP അബ്ദുള്ള കോയ മദനീനല്ലേ? അത് മദീനത്തിലും പഠിച്ചവരൊക്കെ മദനീനാ പറയാ. അതുകൊണ്ട് പണ്ഡിതനായിക്കോളണമെന്നില്ല. മനസ്സിലായില്ലേ? ഇത് എന്നിട്ട് പറയാം ജിഷാനി ഇത് നെറ്റിലിടരുത് കേട്ടോ, ഇത് അല്ല നെറ്റല്ല, എന്താ പറയാ, മറ്റേ യൂട്യൂബിലിടരുത് കേട്ടോ, ഇതൊരു അമാനത്ത്, നമ്മൾ തമ്മിലുള്ള ഒരു അമാനത്താ. അപ്പോ ഇതിങ്ങനെ ചിലര് പറയലുണ്ട് ബലിക്കൊക്കെ ഇതൊരു ഹരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കലും. അത് നേരാൻ തോന്നൂല ഈ വാക്ക് കേട്ടാല്. ചിലപ്പോ രാഷ്ട്രീയക്കാരെ പറ്റിയാണ്, CPM-കാരൻ ലീഗുകാരന് പറയുന്നത് കേട്ടാൽ കണ്ടാ കുത്തി കൊല്ലും തോന്നും, തിരിച്ച് അങ്ങോട്ടും. പക്ഷെ ഒരു തമ്മിൽ വലിയ രോഗിയാന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഇപ്പോ കാന്തപുരം സുന്നിയായ ജിഷാൻ മാഹി ഷാഫിയും വലിയ രോഗിയാ. അതുകൊണ്ട് അതൊരു അമാനത്താട്ടോ, ധൈര്യമിടരുതിട്ടോ. നോക്കണം ഇവർ തമ്മിലുള്ള ബന്ധം. TPയോട് വിദ്വേഷം, വെറുപ്പ്. അബ്ദുറഹ്മാൻ സലഫിയെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. ജിഷാൻ മാഹിയോട് എന്തൊരു സൗഹൃദം, എന്തൊരു സൗഹൃദം. ഇത് ഞങ്ങൾ തമ്മിലുള്ള അമാനത്താട്ടോ, യൂട്യൂബിലിടരുതിട്ടോ ഇവൻ പറയാ. അതെന്താ പേടിയാ? അങ്ങനല്ല. എന്നിട്ട് അവസാനം പോട്ടെ, അവസാനം ഇത് അവസാനിപ്പിക്കുമ്പോ ഇവൻ നിർത്തുന്നത് എന്താണെന്നറിയോ? എന്തായിരുന്നു ഈ പാട്ട്?